അത് ഒരു MLA ആണ്, അവരുടെ ID കാർഡില്ലേ, നിങ്ങൾ ID കാർഡില്ലേ, ID കാർഡ് കാണിക്കും, ID കാണിച്ച് വെറുതെ എന്തിനാ ഓവർ ഷോ കാണിക്കുന്നതെന്ന്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് ക്രമസമാധാനം പാലിക്കാൻ നോക്കുന്ന പോലീസാണ് എങ്കിൽ മറുഭാഗത്ത് നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നിരയിലെ, അതായത് LDF മുന്നണിയിലെ MLAയും മറ്റ് യുവജന നേതാക്കളുമാണ്. കോഴിക്കോട്ടെ പ്രമുഖ മെഡിക്കൽ കോഡിംഗ് കമ്പനിയിൽ നിന്നും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ 900ഓളം ജീവനക്കാരെ രാവിലെ ജോലിക്കെത്തിയ നിമിഷത്തിൽ പെടുന്നതിനെ പിരിച്ചുവിട്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചില രംഗങ്ങൾ. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. ഇതേ സംഭവം തന്നെ കൊച്ചിയിലും ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉടനടി ഇടപെടുകയും ഔദ്യോഗികമായി മന്ത്രിമാരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് വഴി തേടുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികച്ചും വ്യത്യസ്തമായ ഒരു അജണ്ടയുമായിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ പാർട്ടിക്കെതിരെ ജനവികാരം ശക്തമാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കൾ പരസ്യമായ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിനൊപ്പമാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണവും മറ്റു വിവാദങ്ങളും ദിവസേന മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. ഈ വലിയ പ്രതിസന്ധികളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കിട്ടുന്ന എല്ലാ വിഷയങ്ങളിലും കയറി പിടിച്ച് ആറാടാൻ നോക്കുകയാണ് DYFIയും പാർട്ടി നേതാക്കളും. ഇത്തരം സമരങ്ങൾ വഴി വലിയ ജനപിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പോലീസിനോട് പോലും മുട്ടാൻ ചെന്നത്. എന്നാൽ പോലീസ് ഇവരെ കൃത്യമായി പ്രതിരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അധികാരികൾ ഇതിലൊരു നിലപാടെടുക്കട്ടെ, അതുവരെ നീയൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നോ എന്ന മട്ടിലായിരുന്നു പോലീസ്. സ്വന്തം വീഴ്ചകൾ മറക്കാൻ തെരുവിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഈ നാടകത്തെ സോഷ്യൽ മീഡിയയും കമന്റ് ബോക്സും ഒരുപോലെ തന്നെ പരിഹസിക്കുന്നുണ്ട്. PSC ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഈ നേതാക്കൾ ഇപ്പോൾ കാണിക്കുന്നത് വെറും രാഷ്ട്രീയ ഷോ ആണ് എന്നാണ് ജനങ്ങൾ വിമർശിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര കമ്പനി നേരിടുന്ന ബിസിനസ് പ്രതിസന്ധികൾ ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്ത് നിയമപരമായി തീരുമാനിക്കുന്നതിന് പകരം ഗുണ്ടായുസത്തിലൂടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇത്തരം അപക്വമായ സമരമുറകൾ കാരണം കമ്പനി പൂർണ്ണമായും പൂട്ടിപ്പോകാനും ബാക്കിയുള്ള യുവാക്കളുടെ ജോലി കൂടി നഷ്ടപ്പെടാനും മാത്രമേ ഇത് ഉപകരിക്കൂ എന്നും ശക്തമായ ആക്ഷേപമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും കമന്റ് ബോക്സുകളിലൂടെ നിറയുന്നത്. അത് ഒരു MLA ആണ്, അവരുടെ ID കാർഡില്ലേ, നിങ്ങൾ ID കാർഡില്ലേ, ID കാർഡ് കാണിക്കും, ID കാണിച്ച് വെറുതെ എന്തിനാ ഓവർ ഷോ കാണിക്കുന്നതെന്ന്. മോശമല്ലേ സാറേ? നാളുണ്ടോ നിങ്ങൾക്ക്? ഈ കേരളത്തിൽ ഇത്രയും 900 കുട്ടികളെ ഇങ്ങനെ വെയിലത്ത് നിർത്തിയിട്ട് നിങ്ങൾ അവർക്ക് ഈ കോർപ്പറേറ്റ് അവരൊന്നും പൈസ തീരുമാനിക്കുക, ന്യായമായ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക, ന്യായമായ അവകാശം അനുവദിച്ചു കൊടുക്കുക. ഈ കോറോ ഹെൽത്തുകാർ നിങ്ങൾക്ക് എന്താ തന്നിട്ടുണ്ടോ? കാരി ആയിട്ടുള്ള ആൾക്കാർ വരണ്ട, ഇവിടെ ഗർഭിണികളായിട്ടുള്ള കുട്ടികൾ വരണ്ട, അവരവിടെ നിൽക്കുക. എന്തെങ്കിലും ഒന്ന് കാട്ടിട്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ID കാർഡിലവരൊക്കെ വരുന്നത് അവരെ പിരിച്ചുവിട്ടാൽ അവർക്ക് കഴിയില്ല. ഇന്നലെ അവരെ ജോലി ചെയ്ത ആളുകളാ. അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. ID കാർഡിലെ ആളുകളാണ്. അവരെന്തിനാ പുറത്തെടുത്തത്? പുറത്തെടുത്തതിന് കാരണം അവരൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അവരുടെ സ്ഥാപനത്തിൽ അവർ രാവിലെ ജോലിക്ക് വേണ്ടി വന്നതാണ്. അവരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ ഉണ്ടായാലോ? തടയുന്നു. തടയണ്ട. അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും.
ഇത് വെറുതെ പോലീസും ഞങ്ങളുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കാൻ നിൽക്കണ്ട. നിങ്ങളതൊന്ന് തുറന്നില്ലേ, നിങ്ങൾ തുറന്നു കൊടുക്കുക. നിങ്ങൾ കേറിക്കോ, നിങ്ങൾ കേറി. അങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല. പോലീസ് കയറുക. ഈ കുട്ടികളൊപ്പം തന്നെ നിങ്ങൾ നിൽക്കേണ്ടത്. ആ കുട്ടികൾ രാവിലെ മുതൽ പുറത്ത് നിൽക്കല്ലേ. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളൊരു സ്ത്രീയല്ലേ. പോലീസ് ആണെങ്കിലും ഗർഭിണിയായ കുട്ടികളുണ്ട് ഇവിടെ വന്നത്. എന്നിട്ടാണ് പോലീസ്, നിങ്ങൾ പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? വേണ്ട, യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള എംഎൽഎ കൂടിയാണ് ഇദ്ദേഹം. ഇന്നലെ വരെ അവർക്ക് നിങ്ങൾ മാറി ഇവരുടെ സ്ഥാപനത്തിൽ ഇവര് കയറിയാൽ എന്താ സംഭവിക്കുക? ഇവരെ പിരിച്ചുവിട്ടിട്ടില്ല. ഇവരുടെ സ്വന്തം സ്ഥാപനമാണ്. ഐ ഡി കാർഡ് ഈ സ്ഥാപനത്തിലെ ജോലിക്കാരെ ഇതിനുള്ളിൽ കയറ്റണം. നിങ്ങൾ അവിടെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവരെ കേൾക്കണം. നിങ്ങളല്ല ഈ സ്ഥാപനത്തിൽ ഉടമകൾ അവരുണ്ട്. അവർ വരട്ടെ. എവിടെ അവര്? മീറ്റിംഗിലല്ല. ആ മീറ്റിംഗ് ഒന്നും ഇങ്ങോട്ട് വരാൻ ഇവിടുത്തെ ഇന്നലെ വരെ ജോലി ചെയ്ത കുട്ടികൾ ആളുകളെ നിങ്ങളിവർ ഉള്ളിൽ കയറ്റി നിങ്ങൾ കാണേണ്ടത് ദയവ് ചെയ്തെന്ന് പറയല്ല. അത് തുറന്നിട്ടാൽ ഒരു ഗ്ലാസ് പോലും പൊട്ടില്ല, ഒന്നും സംഭവിക്കില്ല. നിങ്ങളത് തുറന്നെടുത്താൽ മതി. ഞങ്ങളും പോകും. എന്നിട്ട് അവരവിടെ ഇരിക്കട്ടെ, അവരതിനുള്ളിൽ കയറിക്കോട്ടെ. അവരുടെ ഭാഗത്ത് പോകണമെന്ന് ചർച്ച നടത്തലൊക്കെ സ്ഥാപനത്തിൽ രാത്രി കയറിട്ടല്ലേ നിങ്ങളെ നോക്കുന്നത്. ഓരോരോ സ്ഥാപനത്തിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ കയറണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ അതുപോലെ സ്ഥലമാണ്. അവരുടെ ഐ ഡി കാർഡ് കൊടുക്കുക, എഗ്രിമെന്റ് എഴുതി ജോലി കൊടുത്ത സ്ഥലം, അതുപോലുള്ള സ്ഥലം തന്നെയാണ്. നിങ്ങൾ പറയുന്നതിനാണ് നിങ്ങളെന്തിനാ ഈ സാഹചര്യം നോക്കുന്നത്? അവരെ കയറ്റി ഐ ഡി കാർഡ് ആളുകളെ കയറ്റി. അല്ല, ടാഗിൽ ആള് വരട്ടെ. ആ ടാഗിൽ ആളുകളെ കയറ്റി. കൂടുതൽ പോലീസുകാർ ഈ ഓരോ മണിക്കൂറിലേക്ക്